തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ഡൽഹിയിൽ കനത്ത സുരക്ഷ ഉറപ്പാക്കാൻ 40,000 ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെയും 220 കമ്പനി സുരക്ഷാ സേനയെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുകയാണ് പോലീസ്. തിരഞ്ഞെടുപ്പ് വേളയിൽ കുറഞ്ഞത് 42,000 ഡൽഹി പോലീസുകാരും കേന്ദ്ര സായുധ സേനയുടെ 150 കമ്പനികളും 10 വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ സായുധ സേനയിൽ നിന്നുള്ള 70 കമ്പനികളും സുഗമവും സുരക്ഷിതവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഡൽഹിയിൽ ഉണ്ടാകും. 43 പ്രധാന 100-ലധികം ചെറു അതിർത്തി പോസ്റ്റുകളിൽ കർശനമായ ജാഗ്രതയ്ക്കായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു സ്റ്റാറ്റിക് സർവൈലൻസ് ടീം പതിവ് പരിശോധനകൾ നടത്തുന്നുണ്ട്. സംയുക്ത പെട്രോളിംഗ് നടത്താൻ അയൽ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിരീക്ഷണത്തിനായി ഡ്രോണുകൾ ഉപയോഗിക്കും. എല്ലാ ഡൽഹി പോലീസുകാരും സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സ്പെഷ്യൽ CP ഇലക്ഷൻ സെല്ലിന്റെ ചുമതലയുള്ള ദേവേഷ് ചന്ദ്ര ശ്രീവാസ്തവ പറയുന്നു. മാത്രമല്ല, മയക്കുമരുന്നും മദ്യവും റെക്കോർഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. പതിവ് പണമിടപാടുകൾക്കൊപ്പം ഡൽഹിയിൽ 3000-ഓളം സെൻസിറ്റീവ് പോളിംഗ് ബൂത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ 78 കോടി രൂപ വിലമതിക്കുന്ന 196 കിലോ മയക്കുമരുന്നും 1008 ലിറ്റർ അനധികൃത മദ്യവും ഡൽഹി പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ മാസം ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ അയൽ സംസ്ഥാനങ്ങളുടെ സംയുക്ത ഏകോപന സമിതിയുടെ യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ 150-ലധികം അർദ്ധസൈനിക കമ്പനികളോടും സൈബർ സ്പെഷ്യലൈസ്ഡ് ഓഫീസർമാരോടും കർശനമായ ജാഗ്രത പാലിക്കാൻ മുതിർന്ന ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനും CRPF ഉദ്യോഗസ്ഥർക്കും അറിയാൻ ഡൽഹി പോലീസ് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. 600-ലധികം ഫ്ലൈയിംഗ് സ്ക്വാഡുകളെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ സെൻസിറ്റീവ് വോട്ടിംഗ് കേന്ദ്രങ്ങൾ തിരിച്ചറിയാൻ DCP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കുറഞ്ഞത് 30,000 പേർക്കെതിരെ പോലീസ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ ജാമ്യമില്ലാ വാറണ്ടുകൾ 85% വരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതേസമയം AAP തങ്ങളുടെ ഐക്കോണിക് ചൂൽ ചിഹ്നത്തിൽ തന്നെയാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. മറുവശത്ത് BJP താമരയും കോൺഗ്രസ് കൈപ്പത്തിയിലും തന്നെ മത്സരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 8 MLA-മാർ പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേക്കേറിയത് ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇക്കുറി രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം AAP-യുടെ മേൽക്കൈ ഇടിഞ്ഞുവെന്ന് BJP അവകാശപ്പെടുമ്പോൾ ത്രികോണ മത്സരത്തിന് മാറ്റുകൂട്ടാൻ കോൺഗ്രസ് ശക്തമായ പ്രചരണമാണ് നടത്തിവരുന്നത്. പരസ്യ പ്രചരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. നാളെയാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്.